ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ കുട്ടികൾ 18 വയസ്സ് തികഞ്ഞ ആൾക്കാരുണ്ട്, അതിലും ചെറിയ കുട്ടികളുമുണ്ട്. അപ്പം അവർ പോലീസ് അറസ്റ്റ് ചെയ്തു, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനൊരു ഹീറോയിക് സ്റ്റൈൽ, അതൊരു ഹീറോയിസം പോലെ കണ്ണടയൊക്കെ വെച്ച് അടിക്കുന്ന രീതിയിലും ചാടി അടിക്കുന്ന രീതിയിലും കുനിച്ചിരുത്തി അടിക്കുന്നതൊക്കെ എവിടുന്ന പഠിച്ചിട്ടുണ്ടാവുക? ഒന്നല്ലെങ്കിൽ അവരെ വീട്ടിലോ നാട്ടിലോ അവർ കാണുന്ന രീതിയിൽ എപ്പോഴും ഒരു ഗുണ്ടാ സംഘം ഇതുപോലെ അടിപിടിയായിട്ട് നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അതിന് മെയിൻ ഉത്തരവാദി നമ്മുടെ സോഷ്യൽ മീഡിയ ആണ്, നമ്മുടെ സിനിമകളും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമുകളും എന്തോ ആയിക്കോട്ടെ. അതിൽ കാണുന്ന രംഗങ്ങൾ ഈ കുട്ടികളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ്. ഈ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളെ, വൾണറബിൾ ആയിട്ടുള്ള കൊലീഗ്സിനെ, ഈ ജന്തു ജീവജാലങ്ങളെ, ഈവൻ പട്ടി പൂച്ചയാണെങ്കിൽ പോലും അല്ലെങ്കിൽ സസ്യങ്ങളെ പോലും ഉപദ്രവിക്കുമ്പം അവർക്കൊരു ഹാപ്പിനെസ് കിട്ടി തുടങ്ങും. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലോട്ടാണ് ഇവർ വളർന്നു വരുന്നത്. ഇത് എല്ലാ കുട്ടികളിലും ഉണ്ടാവണം നിർബന്ധമില്ല. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് നല്ല റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് എന്ത് കുട്ടികൾ കാണണം, നെക്സ്റ്റ് തലമുറ എന്ത് കണ്ട് വളരണം, എന്തൊക്കെ നെഗറ്റീവ്സ് ഈ സൊസൈറ്റിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതിനൊക്കെ നല്ല ബോധമുണ്ട്. എന്തും സംസാരിക്കാനും എന്തും തുറന്നു പറയാനും എന്തും പുറത്ത് മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ആവിഷ്കരണ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതായത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, എന്ത് വീഡിയോ പ്രചരിപ്പിക്കുന്നതായിക്കോട്ടെ, ഒരു സിനിമ ഇറക്കുന്നതായിക്കോട്ടെ, ഷോർട്ട് ഫിലിം ഇറക്കുന്നതായിക്കോട്ടെ, അതൊക്കെ പുറമേ നോക്കുമ്പോൾ നല്ലതായിരിക്കും. പക്ഷേ ഇൻ ഫ്യൂച്ചർ ലോങ് ടേമിൽ ഇത് എന്ത് രീതിയിൽ ഇത് ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാവും, ഈ കുട്ടികൾ എന്ത് കണ്ട് വളരുന്നു, കുട്ടികൾ ഇത് കണ്ടിട്ട് നെഗറ്റീവായിട്ട് വളരുമോ എന്നുള്ളതും കൂടെ ചിന്തിക്കണം. സിഗരറ്റ് വലിച്ചുകൊണ്ട് സംസാരിക്കുക, സിഗരറ്റ് വലിച്ചുകൊണ്ട് ചായ കുടിക്കുക, സിഗരറ്റ് വലിച്ചുകൊണ്ട് പോലീസുകാർ കുറ്റാന്വേഷണം നടത്തുക, ഡയലോഗ് അടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഹീറോയിക് ഇമേജാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സിഗരറ്റ് വലിച്ചാൽ അതെന്തോ ഹീറോയിസം ആണെന്നുള്ളൊരു കൺസെപ്റ്റും കുട്ടികളിലും പുതിയ ജനറേഷനിലൊക്കെ ഉണ്ട്. അതേപോലെ മദ്യം കുടിക്കുന്നതിനകത്ത് അത് കുടിച്ച് 2 സിപ്പ് അടിക്കുന്ന സ്റ്റൈൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ സമൂഹത്തിലും ഈ കുട്ടികളിലും ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്, ഇത് എന്തോ വലിയ സംഭവമാണെന്നുള്ളത്. ഈ സെയിം സീൻ തന്നെ അല്ലെങ്കിൽ സിനിമ തന്നെ ഈ സിഗരറ്റും മദ്യം ഇല്ലാതൊന്നും എടുത്തു നോക്കിയേ, അതിൻ്റെ ഒറിജിനാലിറ്റി കുറഞ്ഞിരുന്നാലും ഇൻ ഫ്യൂച്ചർ ഇതിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ലോങ് ടേം ആയിട്ട് സമൂഹത്തിൽ നിന്ന് ഇങ്ങനത്തുള്ള നെഗറ്റീവ്സ്, ചീത്ത സ്വഭാവങ്ങൾ, ചീത്ത ചിന്താഗതികളൊക്കെ മാറ്റാൻ പറ്റും. അതിന് ഓരോ ചെറിയ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ പറയുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്വന്തം മക്കളുടെ കാര്യം മാത്രമല്ല, ഈ സമൂഹത്തിൽ വളരുന്ന മറ്റു മക്കളും നെക്സ്റ്റ് ജനറേഷൻസിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഉത്തരവാദിത്വമാണ്. അത് എല്ലാവരുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതിലോട്ടുള്ള ഓരോ നല്ല സ്റ്റെപ്പായിട്ട് മാറണം.